എറണാകുളത്ത് ഒരു കോളേജ് അധ്യാപികയുടെ ഒരു ദുരനുഭവം പറയുന്നുണ്ട്. കേൾക്കുമ്പോൾ തന്നെ എൻ്റെ പ്രിയമുള്ളവരെ കണ്ണ് നിറഞ്ഞു പോകും, ഏറെ ചിന്തിച്ചു പോകും. വളരെ പ്രായം കുറഞ്ഞ ഫിറോസ്, അതുപോലെ തന്നെ മാർട്ടിൻ എന്ന് പറയുന്ന രണ്ട് ചെറുപ്പക്കാർ. കോളേജ് അധ്യാപിക എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ അറിയാം, ഒരുപാട് പഠനങ്ങളും ഒരുപാട് ടെസ്റ്റുകളൊക്കെ കഴിഞ്ഞ്, അതുപോലെ തന്നെ ഒരുപാട് നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള ഒരു മെച്ചേർഡ് ആയിട്ടുള്ള ഒരു രൂപത്തിലുള്ളവരായിരിക്കും കോളേജിലൊക്കെ പഠിപ്പിക്കുന്ന ആളുകൾ. അവരുടെ വിദ്യാഭ്യാസം കൊണ്ടും അവരുടെ ആറ്റിറ്റ്യൂഡ് കൊണ്ടുമൊക്കെ നമുക്കത് അറിയാവുന്നതാണ്. എന്നാൽ വലിയൊരു ട്രാപ്പിലായിരുന്നു ഈ സഹോദരി അകപ്പെട്ടത്. എങ്ങനെയാണ് ഇങ്ങനൊരു ട്രാപ്പിൽ ആ സഹോദരി അകപ്പെട്ടത് എന്ന് പറയാൻ നമുക്ക് തന്നെ വലിയ ഒരു സങ്കടം തോന്നുന്നുണ്ട്. ഈ ഒരു സഹോദരിയെ ഒരു പാർട്ടി പരിപാടിയിൽ വെച്ചിട്ട് ഈ രണ്ട് സഹോദരങ്ങൾ, ഈ രണ്ട് ചെറുപ്പക്കാരെ പരിചയപ്പെട്ടതിൻ്റെ ശേഷം പിന്നീട് അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഈ സഹോദരിനെ എങ്ങനെ ട്രാപ്പിലാക്കണം എന്നതാണ്. പരിചയപ്പെട്ട് കഴിഞ്ഞു. ഈ രണ്ട് സഹോദരങ്ങൾ മലപ്പുറക്കാരാണ്. ഇവർ അവിടെ റെൻ്റ് എ കാർ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, എറണാകുളത്ത് ഒരുപാട് ആളുകൾ സഞ്ചരിക്കുന്ന സ്ഥലങ്ങളാണ്, യാത്രകൾ പോകുന്ന സ്ഥലങ്ങളാണ്, കാറിനും മറ്റുമൊക്കെ ആവശ്യമുള്ള സ്ഥലങ്ങളാണ്. അങ്ങനെ ഈ രണ്ട് സഹോദരങ്ങൾ അവിടെ ഈ സഹോദരിയെ ട്രാപ്പിലാക്കാൻ വേണ്ടി, ടീച്ചറിനെ ട്രാപ്പിലാക്കാൻ വേണ്ടി നടക്കുകയാണ്. പിന്നീട് അവരുടെ ലക്ഷ്യം ഇവരെ ബലാത്സംഗം ചെയ്യണം, ശാരീരികമായി ബന്ധപ്പെടണം എന്ന് തന്നെയായിരുന്നു. അവരുടെ ശരീരത്തെ പിച്ച് ചീന്തിക്കൊണ്ടാണ് ആ സഹോദരിയെ പിന്നീട് വലിച്ചെറിയുന്നത്. നമ്മൾ ഇങ്ങനെയൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനത്തെ ഒരുപാട് വാർത്തകൾ നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതും പറയുന്നതുമൊക്കെ നമ്മുടെയൊക്കെ സമൂഹത്തിൽ നടക്കുന്ന ഓരോ കഥകളെ, ഓരോ സംഭവങ്ങളെ നമ്മൾ മനസ്സിലാക്കിയത് കൊണ്ടാണ്, നമ്മൾ ശ്രദ്ധിക്കാനും കൂടെയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, അങ്ങനെ സംഭവിക്കുന്നത് പിന്നീട് ഫോൺ കോളായി പല രൂപത്തിൽ ബന്ധപ്പെടാൻ തുടങ്ങി. പിന്നീട് ഇവരെ ഒരു വലിയ ചതിയിലേക്ക് വലിച്ച് ഇഴച്ചു കൊണ്ടുപോവുകയായിരുന്നു ഈ രണ്ട് ചെറുപ്പക്കാർ. ഈ ടീച്ചർക്ക് അറിയുന്നില്ല, ഞാനൊരു വലിയ ട്രാപ്പിലേക്ക്, വലിയൊരു കടിയിലേക്ക് ഞാൻ അകപ്പെടുന്നുള്ളത് ഈ സഹോദരിക്ക് അറിയുന്നില്ല. അവർ ചോദിക്കുന്നതിനും പറയുന്നതിനും തക്കതായിട്ടുള്ള മറുപടിയും കാര്യങ്ങളുമായിട്ട് ഈ സഹോദരിയും ഒപ്പം നിൽക്കുകയാണ്. അവസാനം ഒരു ഫ്ലാറ്റിലേക്ക് വിളിക്കുന്നു, സൗഹൃദങ്ങൾ പങ്കിടുന്നു. പിന്നീട് അവർക്ക് മയക്കുമരുന്ന് പോലെയുള്ള, കഞ്ചാവ് പോലെയുള്ള, MDMA പോലെയുള്ള സംഭവങ്ങൾ യൂസ് ചെയ്യാൻ കൊടുക്കുന്നു. അവരുടെ സ്വബോധം നഷ്ടപ്പെടുന്നു. അവരെ ബലാത്സംഗം ചെയ്യുന്നു. അവരെ ഇഷ്ടമുള്ളതുപോലെ ശാരീരികമായിട്ട് ബന്ധപ്പെടുന്നു. ഒരാളല്ല, രണ്ടാളല്ല, പല ആളുകളും ചേർന്നുകൊണ്ട്. ബോധം വരുമ്പോഴാണ് അറിയുന്നത് ഈ സഹോദരി, ടീച്ചർ എങ്ങനെയൊക്കെ എൻ്റെ ശരീരം പിച്ചു ചീന്താൻ കഴിയുമോ അങ്ങനെയൊക്കെ അവർ പിച്ചു ചീന്തിയിട്ടുണ്ട് എന്ന്. ദിവസങ്ങളോളം കഴിയുമ്പോഴും പല സ്ഥലങ്ങളിലേക്ക് ഈ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഫോട്ടോകളും വീഡിയോസുകളും ഒക്കെ കാണിച്ച് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഈ സഹോദരി വിളിക്കും. സഹോദരി പേടിച്ചുകൊണ്ട് ചെല്ലും. അവസാനം സഹിക്കട്ടെ അവസാനമാണ് കളമശ്ശേരി പോലീസിൽ ഈ സഹോദരി കേസ് കൊടുക്കുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, ഇങ്ങനെ സമാനമായിട്ടുള്ള ഒരുപാട് വാർത്തകൾ നമുക്ക് മുമ്പിലുണ്ട്. ഒരു കോളേജ് അധ്യാപികയെ ഈ ഒരു ചെറിയ പ്രായക്കാർ ഇങ്ങനെ ചെയ്യുമ്പോൾ എവിടെയാണ് നമുക്ക് സത്യം പറഞ്ഞാൽ നമുക്കൊരു സേഫ്റ്റി ഉള്ളത്? നമ്മുടെ സമൂഹത്തിൽ പെണ്ണായാലും ആണായാലും ഇന്ന് പിച്ച് ചീന്തുന്ന ഒരു സമ്പ്രദായത്തിലാണ് നമ്മളൊക്കെ ഉള്ളത്. നമ്മുടെയൊക്കെ ജീവിതം ഇവിടെ നിന്ന് നമ്മളൊന്ന് ഒരു ശ്വാസം മേലോട്ട് വലിച്ചാൽ തീർന്നു നമ്മുടെ ജീവിതമൊക്കെ. പക്ഷേ വരാനിരിക്കുന്ന ഒരു ജീവിതം കാലം നമുക്കുണ്ട്. അവിടെ എന്താണ് നമ്മുടെ അവസ്ഥ എന്ന് പറയാൻ നമുക്കൊരാൾക്കും കഴിയില്ല. നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്നിട്ട് പോലും ചില സ്ത്രീകളും ചെറുപ്പക്കാരും ഒക്കെ വീണ്ടും ഇതുപോലുള്ള പ്രവണതയിലേക്ക് കടന്നു പോകുന്നു. ആരെങ്കിലും ഒന്ന് വിളിക്കുമ്പോഴത്തേക്ക്, ആരെങ്കിലും ഒന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ മുമ്പിലൂടെ കടന്നു പോകുന്നു എന്ന് ആലോചിക്കുമ്പോഴാണ് ഏറ്റവും വലിയ സങ്കടം എന്ന് പറയുന്നത്. നമ്മളൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം നമ്മൾ പുറത്തു വിടുന്നത്. അല്ലാഹു തആല നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ.